ഏതാണ്ട് 1 കോടി അടുപ്പിച്ച ആളുകൾ കണ്ടൊരു ബ്ലോഗാണ് ദിയ കൃഷ്ണയുടെ ഡെലിവറി ബ്ലോഗ്. അതെ, ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സമ്മതിച്ചിട്ടുള്ള നഗ്ന സത്യമാണ്. ആ ബ്ലോഗിനകത്ത് ഡെലിവറി നടക്കുന്ന സമയത്ത് കരയുന്നു, നിലവിളിക്കുന്നു, ആനന്ദ കണ്ണീർ ഒഴുക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? അതെ, അഹാന കൃഷ്ണ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇതേ കുഞ്ഞിന് 1 വയസ്സ് തികയുന്ന അന്ന് ഒരു സ്റ്റോറിയോ ഒരു പോസ്റ്റോ ഒരു ബർത്ത്ഡേ വിഷോ പോലും പങ്കുവെക്കാനായിട്ടുള്ള മനസ്സ് കാണിച്ചില്ല. അത് മാത്രമല്ല വിഷയം, ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട, കാര്യം പറ. അതല്ല പ്രശ്നം. ദിയ കൃഷ്ണയ്ക്ക് ഭർത്താവിന്റെ വീട്ടുകാരോട് നല്ല രീതിക്കുള്ള പുച്ഛമുണ്ട്. ആനയ്ക്ക് ഇപ്പോൾ പൂർണ്ണ ഓക്കെയാണ്, എന്നെ ഈ വിഷയങ്ങളൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ജിമ്മിൽ പോകുന്നത് പങ്കുവയ്ക്കുന്നുണ്ട്. വെറുതെയാണ്, നല്ല രീതിയിൽ അഫക്ട് ആയിട്ടുണ്ട്. നന്മ മരം മുഖംമൂടി അഴിഞ്ഞു വീണതിന്റെ എല്ലാ പ്രശ്നങ്ങളും അഹാനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദിയയുടെ മകനായ ഓമിക്ക് ഒരു ബർത്ത്ഡേ വിഷ് പോലും അഹാന ഇതുവരെ ചെയ്യാത്തത്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. എന്തായാലും പറയാൻ ഉദ്ദേശിച്ച കാര്യം, തൻവി അവരുടെ ഫസ്റ്റ് കസിൻ ദിയ കൃഷ്ണയുടെ മകന് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടില്ല. അതിനൊന്നും ഇല്ല. ദിയ കൃഷ്ണയുടെ സ്റ്റോറികളും പോസ്റ്റുകളും കാണുമ്പോൾ അശ്വിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അശ്വിന്റെ അമ്മയും അച്ഛനും എതിർപ്പുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്റെ മാത്രം അഭിപ്രായങ്ങളും എന്റെ മാത്രം കാഴ്ചപ്പാടുകളുമാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ.